നമസ്കാരം. ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനം, ജൂൺ 26. ലഹരി വസ്തുക്കളുടെ ഉൽപ്പാദനത്തിനും ഉപയോഗത്തിനും അനധികൃത കടത്തിനും എതിരായ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി 1987 മുതൽ എല്ലാ വർഷവും തുടർച്ചയായി ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു വരുന്നു. ലോകത്തെ ആദ്യ ലഹരിമരുന്ന് വിരുദ്ധ യുദ്ധമായി കണക്കാക്കാവുന്ന ചൈനയിലെ ഒന്നാം കറുപ്പ് യുദ്ധത്തിൻ്റെ ഓർമ്മയിലാണ് ഈ ദിവസം തിരഞ്ഞെടുത്തത്. ലഹരി എന്ന വൻ വിപത്തിനെതിരെ രാജ്യാന്തര സമൂഹത്തെ ഉണർത്തുക എന്ന ലക്ഷ്യവുമായാണ് ഐക്യരാഷ്ട്ര സംഘടന 1987 മുതൽ ലോക ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു വരുന്നത്. ലഹരിക്കെതിരെ ഏറ്റവും ഫലപ്രദമായ മാർഗം ബോധവൽക്കരണമാണ്. കുട്ടികൾക്കിടയിൽ ലഹരി ഉപയോഗം കൂടി വരുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ശാരീരികവും മാനസികവുമായ സാമൂഹികവുമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഒട്ടും ആലോചിക്കാതെയാണ് പലരും ലഹരി വസ്തുക്കളുടെ പിറകെ പോകുന്നത്. അറിയാനുള്ള ആകാംക്ഷയിൽ ലഹരി ഉപയോഗിച്ചു തുടങ്ങുന്നവർ ക്രമേണ അതിന് അടിമപ്പെടുന്നു. പ്രായത്തിൻ്റെ പക്വതയില്ലായ്മയും ഈ അവസ്ഥയിലേക്ക് പലരെയും എത്തിക്കുന്നു. ആഗോള വ്യാപകമായി ലഹരിക്കെതിരെ പ്രതിഷേധ സമരങ്ങളും ജനകീയ മുന്നേറ്റങ്ങളും വർദ്ധിച്ചു വരുമ്പോഴും ജനങ്ങൾക്കിടയിലുള്ള ലഹരിയുടെ സ്വാധീനം അതിനാനുപാതികമായോ അതിലധികമായോ വളരുക എന്നത് നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഉപയോഗം മൂലം മാനസിക ശാരീരിക തലങ്ങളെ സ്വാധീനിക്കുവാൻ കഴിയുന്ന വസ്തുക്കളെയാണ് വിശാല അർത്ഥത്തിൽ ലഹരി പദാർത്ഥങ്ങളെന്ന് പറയുന്നത്. ലഹരി പദാർത്ഥങ്ങളിൽ പ്രകൃതിദത്തമായവയും രാസപ്രക്രിയയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്നവയുമുണ്ട്. നമ്മുടെ ചിന്ത, നമ്മുടെ ഉണർവ്, നമ്മുടെ ബുദ്ധി, നമ്മുടെ ശ്രദ്ധ, നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ സ്വഭാവം തുടങ്ങി എല്ലാ മാനസിക വ്യാപാരങ്ങളെയും സ്വാധീനിക്കുവാൻ ലഹരിക്ക് കഴിയുന്നു. ലഹരിയുടെ മാസ്മരിക വലയം യുവതലമുറയെ പിടിമുറുക്കുന്ന ദയനീയ കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. മദ്യം, കഞ്ചാവ്, ഹാഷിഷ്, ചരസ്, കറുപ്പ്, കൊക്കൈൻ, ഹെറോയിൻ, മോർഫിൻ, പെത്തഡിൻ, MDMA, LSD തുടങ്ങി നിരവധി മയക്കുമരുന്നുകളാണ് ഇന്ന് നിർബാധം സമൂഹത്തിൽ വിറ്റഴിക്കപ്പെടുന്നത്. ചികിത്സയുടെ ഭാഗമായി ഉപയോഗിക്കാറുള്ള ചില ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷൻ ഔഷധങ്ങളും വലിയ ഡോസുകളിൽ